ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബീവൂസ് വ്ളോഗ്സ്. ഇത് നമ്മൾ മുഗളായി ചിക്കൻ ഹണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റോളം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ, 4 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1 പിടി മല്ലിയില, 4 പച്ചമുളക് നെടുകിനെ കീറിയത്, 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീഫ് ചെറുത്, 3 ഏലക്കായ, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ക്രഷ് ചെയ്തത്, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പുളിയില്ലാത്ത തൈര്, കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തത്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ് എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള വേഗം വഴന്ന് കിട്ടാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വഴറ്റിയ സവാളയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം വഴറ്റിയ സവാളയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അധികം പുളിയില്ലാത്ത തൈരും കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും അരച്ച പേസ്റ്റ് ചേർക്കാം. കൂടാതെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറിയുടെ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മേത്തി, കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് ഇളക്കി കറി ഇറക്കി വയ്ക്കാവുന്നതാണ്. ഫൈനലി ടേസ്റ്റി മുഗളായി ചിക്കൻ ഹണ്ടി റെഡി. ഈ കറി ചപ്പാത്തി, അപ്പം, ഞാൻ ഇതിൻ്റെയൊക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.